കൊൽക്കത്ത അങ്ങനെ IPLന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അവർക്ക് ആരെയും പേടിക്കാനില്ല. ഇപ്രാവശ്യം കൊൽക്കത്ത കപ്പ് നേടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുപോലെ മികച്ച ബൗളിങ്ങും ബാറ്റിങ്ങും അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഹൈദരാബാദ് ഇന്ന് 159 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 13 ഓവറിൽ കൊൽക്കത്ത കളി തീർത്തു. ഇന്ന് ഹൈദരാബാദ് 200 റൺസ് എടുത്താലും കൊൽക്കത്ത കളി ജയിച്ചേനെ. ഇന്ന് കളി തോറ്റ ശേഷം കമിൻസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം കമിൻസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ബാറ്റിംഗ് ആണ് പണിയായത്. ഞങ്ങൾ വിചാരിച്ച സ്കോർ ഇന്ന് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ല. കൊൽക്കത്തയെ പോലെ ഒരു ടീമിനെതിരെ 200 റൺസെങ്കിലും ആവശ്യമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അത് നേടാൻ സാധിച്ചില്ല. ബാറ്റിംഗ് തന്നെയാണ് ഞങ്ങൾക്ക് പണിയായത്. 159 റൺസ് എന്ന് പറയുന്നത് ചെറിയ സ്കോറാണ്. ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മാച്ച് ഞങ്ങൾ തോറ്റപ്പോൾ കൊൽക്കത്ത ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്കിലും ഞങ്ങൾക്കിനി ഒരു മാച്ചും കൂടി ബാക്കിയുണ്ട്. അതിൽ ഞങ്ങൾക്ക് RCB അല്ലെങ്കിൽ രാജസ്ഥാനെ കിട്ടും. രാജസ്ഥാനാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി തിരിച്ചടിയായിരിക്കും. പ്ലേ ഓഫിൽ ഞങ്ങൾ പേടിക്കുന്ന ടീം രാജസ്ഥാനാണ്. അതുകൊണ്ട് RCB കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഒരു മാച്ച് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. അടുത്ത മത്സരത്തിൽ മികച്ച വിജയം നേടി IPLന്റെ ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്ന് കമിൻസ് വ്യക്തമാക്കി. SRH ചില മാച്ചിൽ നന്നായി കളിക്കും, എന്നാൽ ചില മാച്ചിൽ ഡൗൺ ആകും. ഇതുപോലത്തെ സ്ഥിരതയില്ലാത്ത ടീം ഈ IPLൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ കൊൽക്കത്തയാണെങ്കിൽ ഒരുവിധം എല്ലാ മാച്ചിലും സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്രാവശ്യം കപ്പ് നേടാൻ സാധ്യതയുള്ള ടീം കൊൽക്കത്ത തന്നെയാണ്. ഇന്ന് ഹൈദരാബാദ് അവർക്ക് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. 13 ഓവറിൽ കൊൽക്കത്ത കളി ജയിച്ചു. അതുപോലത്തെ മികച്ച ബാറ്റിംഗ് ആണ് കൊൽക്കത്ത ഇന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.